Singer Season 5. Hello everyone and welcome back. Next up, നിങ്ങൾ കാണാൻ പോകുന്നത് character recreation round performance ആണ്. അതിനായി fourth stage for the first time എത്തുന്നു മുസ്തഫ. Idea Star Singer, Idea Star Singer, Idea Star Singer. Mustafa. Hi Sisi. Welcome to the fourth stage. Thank you. Character ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അല്ലേ? ഇതില് പാട്ട് പാടിയാൽ മാത്രം പോരാ, ഒരിത്തിരി അഭിനയമൊക്കെ ട്രൈ ചെയ്യണം. ഓക്കെ, ഡാൻസ് ഒക്കെ ട്രൈ ചെയ്തു, ഇതുകൂടെ ട്രൈ ചെയ്തത്. എന്താണ് തീം, എന്താണ് ക്യാരക്ടർ? ഒരു അമ്പലത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ. അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അപ്പൊ പാടുന്നു. ഓക്കെ, ഏത് പാട്ടാ? പാദമുദ്ര എന്ന ചിത്രത്തിലെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും. വെരി നൈസ്, നന്നായി പെർഫോമൻസ് ചെയ്യാൻ സാധിക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. നമ പാർവതി പതേ ശ്രീ ശങ്കരനാമ സങ്കീർത്തനം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷിക്കാവുണ്ട്, കൽച്ചിറയുണ്ടിവിടെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര, നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര, നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. മുടന്തനും കുരുടനും ഊമയും നീവിധ ദുഃഖിതരായവരും നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈതൊഴുന്നേ. നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈതൊഴുന്നേ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അരൂപിയാകിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാം. വെള്ളിക്കുന്നും ചുടലക്കാടും വിലാസ നർത്തന രംഗങ്ങൾ. കുടുക്കിലുണരും ഓംകാരത്തിൽ ചോടുകൾ ചടുലമായി ഇളകുന്നു. സംഹാരതാണ്ഡവമാടുന്ന നേരത്തും ശൃംഗാര കേളികളാടുന്നു.
കാമന് ചുട്ടോരു കണ്ണിൽ കനലല്ല കാമമാണിപ്പോൾ ജ്വലിപ്പതെന്നോ കുന്നിൻ മകളറിയാതെ ആഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ കുന്നിൻ മകളറിയാതെ ആഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. മുസ്തഫ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ഇരുന്ന് പാടി പിന്നെ ഫുൾ പാട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുറെ തെറ്റുകൾ സംഭവിച്ചു. നോക്കാം. ചിത്ര ചേച്ചി, നല്ലൊരു സോങ് സെലക്ഷൻ. വിദ്യാരമാഷിന്റെ എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടുള്ളൊരു പാട്ടാണ് കേട്ടോ. നല്ല സോങ് സെലക്ഷൻ, കുഴപ്പമില്ലാതെ പാടി. ഒരുപാട് സ്ഥലത്ത് ശ്രുതി ഷാർപ്പാവാൻ ഒരു ടെൻഡൻസി ഉണ്ട് മുസ്തഫ, ശ്രദ്ധിച്ചായിരുന്നു അത്? എസ്പെഷ്യലി കോറസുമായിട്ട് പാടുന്ന ഭാഗത്ത് ഒട്ടും ചേരുന്നില്ലായിരുന്നു. എനിക്ക് അമ്പലമില്ലാതെ മൂർത്തി, പിന്നെ അവിടെയൊക്കെ കുറച്ച് ശംഭുവെ കൈതൊഴുന്നേൻ, അവിടെയൊക്കെ കുറച്ച് ഷാർപ്പാകുന്നുണ്ടായിരുന്നു കേട്ടോ. ഓച്ചിറയിൽ നിർത്തുന്ന സ്ഥലം. പിന്നെ ഈ അരൂപിയാകും തുടങ്ങുന്നിടത്ത് എന്തായിരുന്നു കൺഫ്യൂഷൻ? താളം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം പിന്നെ തുടങ്ങാനൊരു നേരത്തെ തുടങ്ങണോ കറക്റ്റായിട്ട് എവിടുത്തെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണായിരുന്നു, എത്ര ബാറ് കഴിയുമ്പോ തുടങ്ങണം എന്നുള്ളത്. പിന്നെ ഒരു താളം ഒരിടത്തൊന്ന് മിസ് ചെയ്തു. വെള്ളിക്കുന്ന് ആ സ്ഥലം. പിന്നെ ഉടുക്കിലുണരും. ബാക്കിയെല്ലാം ഞാൻ എഴുതുന്ന ശ്രുതി ഷാർപ്പായി പോയി എന്നുള്ളതാണ്. കുറച്ച് സ്ഥലത്ത് പോയിട്ടുണ്ട് ശ്രുതി ഷാർപ്പായി. ബാക്കി പാടിയ പക്ഷെ നല്ലൊരു സോൾഫുൾ സിംഗിങ് ആയിരുന്നു. ആ ഒരു ഭാവം, ആ പാട്ടിന്റെ ഭാവം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പല സ്ഥലത്തും, ചില സ്ഥലത്ത് എനിക്ക് മാഷ് പാടുന്നത് തന്നെ എനിക്ക് ഓർമ്മ വന്നു. അത്ര നന്നായിട്ട് പാടി. ഇത് മാത്രം ശ്രുതി മാത്രം ഒന്ന് ക്ലീൻ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കിവിടെ വന്ന് ഈ പാട്ട് കേട്ടപ്പോ എന്താ തോന്നിയെന്ന് വെച്ചാൽ ഞാനൊരു പാട്ട് കച്ചേരിക്ക് വന്നോന്ന് തോന്നിപ്പോയി. ഒരു സ്റ്റേജിൽ താഴെ ഇങ്ങനെ പാട്ട് കച്ചേരി കണ്ടുകൊണ്ടിരിക്കില്ലേ, അതായിട്ടേ തോന്നിയിട്ടുള്ളൂ എനിക്ക്. ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗറിന്റെ ഒരു പാട്ടായിട്ട്, കാരണം വാസ് നോട്ട് സോ കളർഫുൾ ഓർ എങ്ങനെയോ എല്ലാം ഇരുന്നുകൊണ്ട് എന്നെ പാടി നന്നായിരുന്നു. താങ്ക് യു. ശരത് സാർ. മുസ്തഫ സാർ, സുഖാണോ മുസ്തഫ? സുഖാണ്. നല്ല പാട്ട് കേട്ടോ, നല്ല സെലക്ഷൻസ് ആക്കുന്നു. മാഷുണ്ട്, വിദ്യാരമാഷുണ്ട്, നല്ലൊരു പാട്ട്. മുസ്തഫ പാടിയതിന്റെ ശ്രുതിയാണ് പ്രധാനമായിട്ട് കേട്ടോ. അതാ മൊത്തം ഞാൻ എഴുതിയിരുന്ന ശ്രുതി എന്നാണ്. എന്താണ് അത്? കച്ചേരി പാടാനുണ്ടോ? ഇല്ല. ചിലപ്പോ അതിൻ്റെതായിരിക്കും. ചെറിയൊരു അൺകംഫർട്ടബിലിറ്റി ഉണ്ട്, ചെറുതായിട്ടൊരു. അപ്പൊ അത് അവിടെ ഇവിടെ ഈ നാമം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് നിർത്തിയാൽ തന്നെ മോന് നിൽക്കുന്നില്ല. നിയുക്തനും മുമ്പ് മേപ്പോട്ടും ഷാർപ്പായി പോവാണ്. അന്ന് വരാണ്ട് നോക്കണം കേട്ടോ. പിന്നെ അമ്പലമില്ലാതെ ഒന്ന് കറക്റ്റായിട്ട് പാടിക്കേ അനൂഫ്. അമ്പലമില്ലാതെ ബലം എന്താണ്? അമ്പലമില്ലാതെ അപ്പോഴും നോട്ട് നോക്കണം നമ്മൾ എവിടുന്നാ തുടങ്ങണ്ടേന്ന്. അത് എപ്പോഴും പ്രധാനമാണ് കേട്ടോ മോനെ. നമ്മൾ ചുമ്മാ അമ്പലമില്ലെന്ന് പാടുന്നതല്ല, ഏത് നോട്ടിൽ നിന്നാണ് എങ്ങോട്ടാണ് യാത്ര എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചോണം കേട്ടോ. പിന്നെ എനിക്ക് ആ സെക്കൻഡ് കൈയൊക്കെ സ്ലിപ്പായി പോയി. എൻഡ് ഒന്ന് പാടും ഈ അനുപല്ലവിയുടെ ചരണത്തിന്റെ വസ്തുചരണത്തിന്റെ എൻഡ്. ശംഭുവേ കൈ തൊഴുന്നേ. ഇപ്പൊ പാടുന്നത് കുളമായിപ്പോയി, ശരിയായിക്കണം കേട്ടോ. പിന്നെ ചേച്ചി പറഞ്ഞ വെള്ളിക്കാട്, ഉടുക്ക്, കേളികളൊക്കെ ഇങ്ങനെ ശ്രുതിയാണ് പ്രശ്നം. ആ മുക്കണ്ണൻ ചെയ്യുന്നു, മുക്കണ്ണൻ എന്നുള്ളതൊന്നും ഒട്ടും ചേർന്നിട്ടില്ല മുസ്തഫ കേട്ടോ. പക്ഷെ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു മുസ്തഫ ഈ ഗ്രൂപ്പിനെ കാണാൻ. ഈ പാട്ട് ഇരുന്നേ പാടാൻ പറ്റൂ, ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ ഡാൻസ് കളിക്കാൻ പറ്റൂ. ഇതാ നല്ലത്. ഇതിന്റെ ഒരു ഈ പാട്ടിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള മൂഡാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മുസ്തഫ. നന്നായിട്ട് പാടി തുടങ്ങിയപ്പോ നന്നായിരുന്നു. മേളിലൊക്കെ പാടിയ പോർഷൻ വളരെ നന്നായിട്ട് പാടി. പിന്നെ പോകെ ഈ പറഞ്ഞ പോലെ സംഗതിയും ശ്രുതിയൊക്കെ കൈവിട്ടുപോയി. പിന്നെ അരൂപിയാം അവിടെ തുടങ്ങും താളം. ഈ താളത്തിന് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ചാടി എടുക്കുന്ന പോലെ തോന്നുന്നല്ലോ. തരക്കെട്ട് അങ്ങനെ എടുക്കണം.
അവിടെ എടുക്കണം. അപ്പൊ ഇവിടെ ഈ മൂർശങ്കിന്റെ ഒക്കെ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് ചാടി വീഴുന്നവര് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ടെൻഷന്റെ മേളില് അതോ അറിവില്ലായ്മയാണോ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. വേറൊന്നുമില്ല, ബാക്കിയെല്ലാം വേണ്ട ചിത്രാമാടവും പൂച്ചക്കുഞ്ഞും കണ്ടം പൂച്ച എല്ലാം കൂടെ എന്ന് പറഞ്ഞു. ഇനി ഈ പാവ എലിക്കൊന്നും പറയാനൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അവളോതാൻ നന്നായിരുന്നു. Out of 10, Sheila ma'am. 7 marks. 7 on 10. Shriyata, out of 30. 22. Sharata, 22 മുസ്തഫ. 22. And Chitra Chechi, 22. 22. Okay, അപ്പൊ ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ശ്രീയേട്ടനാണ് ചോദിക്കാൻ പോകുന്നത്. എല്ലാം അറിയാലോ, പഠിച്ചിട്ടുണ്ടല്ലോ ഒരുമാതിരി. മുസ്തഫ സർ റെഡിയാണ്? റെഡിയാണ്. മ്യൂസിക് കൊടുക്കും. എല്ലാം അടിച്ചു തുടങ്ങി. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഒരു ചരിത്ര പുരുഷന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ ചിത്രം? സംവിധായകൻ ആരാ ഈ സിനിമയുടെ? ആർ സുകുമാരൻ. വേറെ ചരിത്ര പുരുഷന്റെ ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഒരു ചരിത്ര പുരുഷന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ ചിത്രം? യുഗപുരുഷൻ. ഓപ്ഷൻസ് വേണോ? യുഗപുരുഷൻ എന്ന് പറഞ്ഞു. യുഗപുരുഷനായ ഓപ്ഷൻസ് വേണോ? തന്നേക്ക്, എടുത്തോ. യുഗപുരുഷൻ ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ഇത് പെട്ടെന്ന് എല്ലാം തീർന്നു നടന്നു. അപ്പൊ ഇനി തൊട്ട് നമുക്ക് ആ മ്യൂസിക് കമ്പൽസറി ആക്കണം. അത് ഇൻസ്പയറിംഗ് ആണ്. ഓക്കെ, അപ്പൊ ജോസ്കോ ജ്വല്ലേഴ്സ് നൽകുന്ന സ്വർണ്ണ നാണയം മുസ്തഫയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഐ റിക്വസ്റ്റ് ശ്രീയേട്ടൻ ടു ഹാൻഡ് ഇറ്റ് ഓവർ പ്ലീസ്. മുസ്തഫയുടെ ടോട്ടൽ മാർക്സ് അറിയാൻ സമയമായി 73. 73 ആണ്. കുഴപ്പമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയും SMS എനിക്ക് അത്യാവശ്യമാണ്. എൻ്റെ വോട്ടിംഗ് ഫോർമാറ്റ് ISS സ്പേസ് മുസ്തഫ MUSTHAFA. വെൽ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ 2 പെർഫോമൻസസ് കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി സെഗ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. भूल भुलैया बातें हैं भूल भुलैया तेरे सपनों की गलियों में you keep driving me so crazy दिल में तू रहती है. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 വിജയിക്ക് ട്രാവൻകൂർ ബിൽഡേഴ്സ് നൽകുന്നു 1 കോടിയുടെ വില. 3ാം സമ്മാനം ഭീമ ജുവലേഴ്സ് നൽകുന്ന 7.5 ലക്ഷം രൂപയുടെ ഭീമ ഗോൾഡ്.